100 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 101 കൊല്ലം മുമ്പ് RSSന് തുടക്കം കുറിച്ചത് നാഗ്പൂരിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. RSSന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇപ്പോഴും മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ തന്നെയാണ് നിലകൊള്ളുന്നത്. അങ്ങനെയുള്ള നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ നമ്മുടെ നാട്ടിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വമ്പിച്ച വിജയം നേടി എന്നൊരു വാർത്ത കേട്ടാൽ നിങ്ങൾ ഞെട്ടുമോ? ഞാൻ ഞെട്ടിയില്ല. കാരണം ഈ വാർത്ത മനോരമയുടെ ഓൺലൈൻ ചാനലിലാണ് വന്നത്. മനോരമയിൽ വരുന്ന വാർത്തകൾ എന്തുമാത്രം തെറ്റിദ്ധാരണാജനകമാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒറ്റ വാർത്ത വായിച്ചാൽ മതി. ഇതാ വമ്പിച്ച മുന്നേറ്റം, നാഗ്പൂരിൽ ഹരിത പതാക പാറി അഥവാ നാഗ്പൂരിൽ പച്ചക്കൊടി എന്ന രീതിയിലാണ് മനോരമയിൽ വാർത്ത കൊടുത്തത്. എന്ന് മാത്രമല്ല, ഈ ജയിച്ച 4 ധീര സഖാക്കളുടെയും പടവും കൊടുത്തിട്ടുണ്ട്. ജയിച്ചതിൽ ഒരാൾ മുസ്ലിം ലീഗിൻ്റെ മഹാരാഷ്ട്ര സംസ്ഥാന പ്രസിഡന്റാണ്. സംസ്ഥാന പ്രസിഡന്റ് നിയമസഭയ്ക്കോ ലോക്സഭയ്ക്കോ അല്ല മത്സരിക്കുന്നത്, കോർപ്പറേഷനിലേക്കാണ് എന്ന കാര്യവും ആ വാർത്തയിൽ നിന്ന് വ്യക്തമാണ്. 4 പേരിൽ 3 പേർ മുസ്ലിം സമുദായ അംഗങ്ങളാണ്, ഒരാൾ ഹിന്ദുവാണ്, അതൊരു സ്ത്രീയുമാണ്. ആ വാർത്ത അടിയിലേക്ക് വായിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് നാഗ്പൂർ കോർപ്പറേഷനിൽ 16 സീറ്റിലാണ് മത്സരിച്ചത്. മിക്കവാറും മുസ്ലിം മെജോറിറ്റികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് സൈസിബിളായിട്ട് പോപ്പുലേഷനുള്ള വാർഡുകളിലെ ഡിവിഷനുകളായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാം. അവിടെ 4 സ്ഥലത്ത് ലീഗിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചു. ഒന്നുകൂടി സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഒവൈസിയുടെ മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമിനുണ്ടല്ലോ, അവർ 6 സീറ്റ് ജയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് 34 സീറ്റ് കിട്ടി. അപ്പോൾ നമ്മൾ വിചാരിക്കും കോൺഗ്രസിനാണ് ഭൂരിപക്ഷം, കോൺഗ്രസ് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണ്. അല്ല, മൊത്തം 152 സീറ്റ് 151 സീറ്റാണ് ഈ നാഗ്പൂർ മുനിസിപ്പൽ കോർപ്പറേഷനിൽ. അതിൽ 102 എണ്ണത്തിൽ BJP ജയിച്ചിട്ടുണ്ട്. അഥവാ 102 എണ്ണത്തിൽ BJP ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ നാഗ്പൂരിൽ ആരാണ് ജയിച്ചത്? മനോരമയുടെ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ലീഗാണ് ജയിച്ചത്. 2ാം സ്ഥാനത്ത് കോൺഗ്രസ് ആണ്. ഭരണം നഷ്ടപ്പെട്ടത് ഈ 151ൽ 102 സീറ്റ് കിട്ടിയ BJPക്കാണ്. മനോരമയിൽ എങ്ങനെയാണ് തെറ്റിദ്ധാരണാജനകമായിട്ട് വാർത്തകൾ കൊടുക്കുന്നതിൽ ഇതിനും വലിയ തെളിവ് വേറൊന്നുമില്ല. ഇന്ന പാർട്ടി ജയിച്ചു എന്നല്ല പറഞ്ഞത്, മറ്റേ പാർട്ടി 4 സീറ്റ് ജയിച്ചു. അത് വമ്പിച്ച വിജയം, ഒരു വിധത്തിലും ഒരു വിജയം തന്നെയാണ്. കാരണം കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലല്ലാതെ വേറൊരു സ്ഥലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിച്ച് ജയിക്കാനുള്ള അംഗബലമില്ല. അതൊരു സത്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ആലുവ മുനിസിപ്പാലിറ്റിയിൽ 4 BJPക്കാർ ജയിച്ചു എന്ന് പറയുന്ന പോലെയുള്ളൂ. അങ്ങ് നാഗ്പൂരിൽ 4 മുസ്ലിം ലീഗുകാർ ജയിച്ചു എന്ന് പറയും. പക്ഷെ അതിനെ ഒരു വമ്പിച്ച വാർത്തയാക്കി പ്രൊജക്റ്റ് ചെയ്യുന്ന ഈ മനോരമക്കാരൻ്റെ ആ ഒരു വാർത്ത അവതരണ വൈഭവം ഉണ്ടല്ലോ, അതിൻ്റെ മുമ്പിൽ നമുക്ക് 2 കൈ കൂപ്പി തൊഴുകല്ലാതെ വേറെ യാതൊരു മാർഗവും. ഇതിൽ വേറൊരു സംഗതി കൂടിയുണ്ട്. മനോരമയിൽ പറയാത്തൊരു കാര്യം ഞാൻ പറയാം. അതെന്താ വെച്ചാൽ, നിങ്ങൾ വിചാരിക്കും ഈ കോൺഗ്രസും ലീഗും ഒറ്റക്കെട്ടായിട്ട് ഒരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. അല്ല, കോൺഗ്രസിൻ്റെ മുന്നണിയിൽ ഈ മുസ്ലിം ലീഗിനെ ഉൾപ്പെടുത്തിയിരുന്നില്ല. അത് നാഗ്പൂർ മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും മുസ്ലിം ലീഗ് എന്ന വാക്ക് പോലും കോൺഗ്രസ്സുകാർ പറയുകയില്ല. അവർ തമ്മിലുള്ള സഖ്യവും ഐക്യ ജനാധിപത്യ മുന്നണിയൊക്കെ ഈ കേരളത്തിൽ മാത്രമേ. തമിഴ്നാട്ടിൽ DMK മുന്നണിയിലായതുകൊണ്ടാണ് 2 കൂട്ടരും ഒരുമിച്ച് നിൽക്കുന്നത്. അതല്ലെങ്കിൽ പിന്നെ മുസ്ലിം ലീഗിന് ഒരു ബന്ധവുമില്ല, പൂലബന്ധവുമില്ല കോൺഗ്രസുമായിട്ട്. ലീഗുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ കോൺഗ്രസ്സുകാരെ അടുപ്പിക്കില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുഞ്ഞാപ്പയുടെ ലീഗ് സത്യത്തിൽ ഇവിടെ മാത്രമേ. വടക്കേ ഇന്ത്യയിലൊക്കെ മുസ്ലിം ലീഗ് എന്ന് കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത് ജിന്ന സാഹിബിൻ്റെ ലീഗാണ്. അതായത് ഇന്ത്യ വിഭജനത്തിന് വേണ്ടി വാദിച്ച, പാകിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ശക്തമായി നിലകൊണ്ട ഒരു പാർട്ടിയായിരുന്നു മുസ്ലിം ലീഗ്. ആ പാർട്ടിയുടെ പേരായിരുന്നു സർവേന്ത്യ ലീഗ് അഥവാ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നായിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചപ്പോൾ അതിന് വടക്കേ ഇന്ത്യയിൽ ഒരു സ്ഥലത്തും വേരോട്ടും ഇല്ലാതെ പോയതിൻ്റെ കാരണം ഈ പേരാണ്. ഈ ഒറ്റ പേര് മതി അവിടെ ഒരാളെ പാകിസ്ഥാൻ ചിന്താധികാരനായിട്ട് മുദ്രയടിക്കാനും കുറ്റപ്പെടുത്താൻ. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും ലീഗിൽ ചേരുകയില്ല. ഈ ഇത്തിഹാദുൽ മുസ്ലിമിന് ചേർന്ന ആ കുഴപ്പമില്ല. ഒവൈസിയുടെ പാർട്ടി, അവർക്ക് മഹാരാഷ്ട്രയിൽ 2 MP നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും 1-2 പേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ബീഹാറിൽ അവർക്ക് 5-6 MLA മഹാരാഷ്ട്രയിലും ഉണ്ട്, മറ്റ് പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. ഇത്തിഹാദുൽ മുസ്ലിമീൻ
എന്ന പാർട്ടിക്ക് ഇങ്ങനൊരു ട്രാക്ക് റെക്കോർഡില്ല. അത് സാധാരണ രാഷ്ട്രീയ പാർട്ടി. മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ സംഭവിക്കുന്ന ഒരു അപകടം ഇതാണ്. ഈ പേരാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ ബാധ്യത. ആ പേരുള്ളതുകൊണ്ട് ഈ പാർട്ടി എല്ലായ്പ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ് നിൽക്കുന്നത്. ഈ കാര്യം അറിയാവുന്നതുകൊണ്ടാണ് കോൺഗ്രസ്സുകാർ ഒരു കാരണവശാലും ഇവരുമായിട്ട് കൂട്ടുകൂടാത്തത്. ശ്രീ രാഹുൽ ഗാന്ധി 2019 തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വയനാട്ടിൽ വന്നു നിന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ അബദ്ധം ഓർമ്മയില്ല. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാനായിട്ട് ലീഗുകാർ കൂട്ടം കൂട്ടമായിട്ട് പച്ചക്കൊടികളുമായിട്ട് വന്നു. ത്രിവർണ്ണ പതാകകൾ കൂടുതൽ പച്ചക്കൊടിയായിരുന്നു. അപ്പോൾ ഈ പച്ചക്കൊടിയുടെ ദൃശ്യങ്ങൾ എടുത്ത് വടക്കേ ഇന്ത്യയിൽ നിന്നുള്ള ചാനലുകൾ വ്യാപകമായിട്ട് സംപ്രേഷണം ചെയ്തു. രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കാൻ പച്ചക്കൊടി ഏന്തിയ പാകിസ്ഥാൻ വാദികൾ. പച്ച ഈസിക്വൽ ടു പാകിസ്ഥാൻ എന്നുള്ളതാണ് പൊതുവെയുള്ളൊരു ധാരണ, വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചു. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ, വക്താക്കൾ ഇത് വിശദീകരിച്ചു. ഇത് പച്ചക്കൊടി പാകിസ്ഥാന്റെ കൊടിയല്ല, മറിച്ച് ലീഗിന്റെ കൊടിയാണ്. അപ്പോൾ സംഗതി കൂടുതൽ ഗുരുതരമായി. കാരണം ഈ കേരള സംസ്ഥാനത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തുടങ്ങിയൊരു പാർട്ടികളാർ വടക്കേ ഇന്ത്യക്കാർക്ക് അറിയില്ല. അവർ അറിയാവുന്ന ലീഗ് എന്ന് പറയുന്നത് ഏതാണ്? ലിയാഖത്ത് അലി ഖാന്റെയും ജിന്നയുടെയും ലീഗാണ്. ഇന്ത്യ വിഭജനത്തിന് വഴിമരുന്നിട്ട ലീഗാണ്. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് തെറ്റിദ്ധരിച്ചു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി അമേത്തിയിൽ തോൽക്കുന്ന സാഹചര്യം. ഇതറിയാവുന്നതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിലെ കോൺഗ്രസ്സുകാർ മുസ്ലിം ലീഗിനെ തീണ്ടാപ്പാട് അകലം നിർത്തുന്നത്, അവരുടെ മുന്നണിയിൽ ചേർക്കാത്തത്. അല്ലെങ്കിൽ 34 പേര് ജയിച്ച കോൺഗ്രസിന് വേണമെങ്കിൽ ലീഗുമായിട്ട് കൂട്ടിച്ചേർന്നെങ്കിൽ 3, 4, 5 സീറ്റുകൾ കൂടുതൽ ജയിക്കാറുണ്ട്. ലീഗ് കൂടി ചേർന്നെങ്കിൽ ഒരു 50, 55 സീറ്റ് ജയിക്കാമായിരുന്നു. പക്ഷേ ഈ പാർട്ടിയുമായിട്ട് കൂട്ടുചേർന്ന ഒറ്റ കാരണത്താൽ നാഗ്പൂരിൽ മാത്രമല്ല മഹാരാഷ്ട്രയിലെ എമ്പാടും കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ടാണ് അവരടുപ്പിക്കാത്തത്. അപ്പോൾ ഇതാണ് ഈ മുസ്ലിം ലീഗിൻ്റെ വമ്പിച്ച വിജയം റിപ്പോർട്ട് ചെയ്യുമ്പോൾ മനോരമയുടെ ലേഖകന് അറിയാതെ പോയത്, അല്ലെങ്കിൽ അവർ പറയാൻ മറന്നുപോയത്, അല്ലെങ്കിൽ ഓർത്തട്ടും നമ്മളോട് ഈ സത്യം പറയാതിരുന്നത്. പിന്നെ മനോരമയുടെ ഈ പത്രപ്രവർത്തന വൈഭവം അറിയാവുന്നവർക്ക് ഇതിലൊന്നും വലിയ അത്ഭുതം തോന്നുകയില്ല. ആടിനെ പട്ടിയാക്കാനും പട്ടിയെ പേപ്പട്ടിയാക്കാനും പേപ്പട്ടിയെ വീണ്ടും ആടാക്കാനും കഴിവും പ്രാപ്തിയും പ്രാഗൽഭ്യമുള്ളൊരു കൂട്ടരുണ്ടെങ്കിൽ അത് കോട്ടയത്തെ കണ്ടത്തിൽ കുടുംബക്കാരാണ് മനോരമയിലെ ആച്ചായന്മാരാണ്.